സമയം 11 മണിയായി കാണും. ഉച്ചയാകുന്നു. ആരോ വിളിക്കുന്ന കേട്ടാണ് ഞാൻ എൻ്റെ ബെഡിൽ നിന്നും ഇറങ്ങി താഴേക്ക് ചെന്ന് വാതിൽ തുറന്നത്. വീട്ടിൽ ആരുമില്ല. ഞാൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ലീവിന് വന്നതാണ്. എല്ലാവരും ആരുടെയോ കല്യാണത്തിന് പോയിരിക്കുകയായിരുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഏട്ടത്തി അമ്മയും. ഏട്ടൻ ഇവിടെ ഇല്ല, കാനഡയിലാണ്. വർഷത്തിൽ ഒന്ന് വരും. എനിക്കിപ്പോൾ 30 വയസ്സ്. കല്യാണത്തിന് വീട്ടുകാർ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും വലിയ താല്പര്യം തോന്നിയിട്ടില്ല. കതക് തുറന്നു നോക്കിയപ്പോൾ അടുത്ത വീട്ടിലെ ധന്യ ചേച്ചിയാണ്. അടുത്ത വീടെന്ന് പറഞ്ഞാൽ ഒരു 200 മീറ്റർ അകലെയാണ്. അവരുമായി വലിയ അടുപ്പമില്ല. അതുകൊണ്ട് തന്നെ വരവും പോക്കുമെല്ലാം കണക്കാണ്. ഞാൻ അത്ഭുതത്തോടെ, ആഹാ, ധന്യ ചേച്ചി എന്താ ഈ വഴിക്ക് എന്ന് ചോദിച്ചു. വീടിൻ്റെ അടുത്ത ചേട്ടൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണാണ് ഈ ധന്യ ചേച്ചി. 2 കുട്ടികളുമുണ്ട്. ഇവർ കണ്ണൂരുകാരിയാണ്. അതുകൊണ്ട് നന്നായി സംസാരിക്കും. ഒറ്റയ്ക്ക് കാണുമ്പോൾ മാത്രമേ സംസാരിക്കാറുള്ളൂ. അവരുടെ ഭർത്താവിന് അവർ പുറത്തുള്ളവരോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല. വീട്ടിലെ ഫ്യൂസ് പോയെന്ന് തോന്നുന്നു. ചേട്ടനില്ല, ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് പുഞ്ചിരിയോട് ചോദിച്ചപ്പോൾ എങ്ങനെയാണ് പറ്റില്ലെന്ന് പറയാ. ചേട്ടൻ എവിടെ പോയി എന്ന് ഞാൻ ചോദിച്ചു. വണ്ടിയും കൊണ്ട് ബാംഗ്ലൂർ പോയതാ. നാളെ രാത്രി വരുമായിരിക്കും. പിള്ളേർ സ്കൂളിലും പോയി. ചേച്ചിയുടെ കുട്ടികൾ 3ലും ചെറിയ ആൾ 1ലുമാണ് പഠിക്കുന്നത്. ഇവർക്കധികം വയസ്സൊന്നുമില്ല, 30 തന്നെ ഉണ്ടാകുള്ളൂ. ശരി ചേച്ചി, ഞാൻ ഇപ്പോൾ വരാം എന്നും പറഞ്ഞ് ഞാൻ മൊബൈലെടുത്ത് വീട് പൂട്ടി താക്കോല് പോക്കറ്റിലിട്ടു. വാ പോകാം എന്നും പറഞ്ഞ് ചേച്ചി മുന്നോട്ട് നടന്നു. ഇവിടെ മൊത്തം കാപ്പിത്തോട്ടമാണ്. ഞങ്ങൾക്ക് 6 ഏക്കറോളം കാപ്പിത്തോട്ടമുണ്ട്. അതിൻ്റെ ഒരു വശത്താണ് വീട്. അതിർത്തി കഴിഞ്ഞാൽ ഇവരുടെ വീടാണ്. അങ്ങോട്ട് ചെറിയൊരു വഴിയുമുണ്ട്. പിന്നെ പ്രായം ഒന്നാണെങ്കിലും ചേച്ചി എന്ന് വിളിക്കുന്ന എന്ന് മാത്രമേ ഉള്ളൂ. ചേച്ചി മുന്നോട്ട് നടന്നു, ഞാൻ പുറകിലും. ഒരു താറാവ് നടക്കുന്ന പോലെയുണ്ട്. മൊത്തത്തിൽ ചേട്ടൻ വൻ ഭാഗ്യവാനാണെന്ന് ആ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി. ലീവ് എത്രയുണ്ട് ചേച്ചി എന്നോട് ചോദിച്ചു. ലീവൊക്കെ കുറച്ചേ ഉള്ളൂ. പെട്ടെന്ന് തിരിച്ചു പോകണം, അല്ലെങ്കിൽ പണി കിട്ടും. ഇത് തന്നെയല്ലേ നീ എല്ലാ പ്രാവശ്യവും പറയുന്നത്? നിനക്ക് ഈ നാട്ടുകാരെയും കൂട്ടുകാരെയൊക്കെ മടുത്തോ? ഏയ്, അതുകൊണ്ടൊന്നും അല്ല, ലീവ് കിട്ടാത്തതുകൊണ്ടാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ നടന്നിട്ടിപ്പോൾ എന്തിനാ? ഉള്ള ഫ്രണ്ട്സെല്ലാം പല സ്ഥലങ്ങളില്ല. പിന്നെ ഉള്ളവർക്ക് ഒടുക്കത്തെ ജാടയും. ആർക്കാടെ ജാട? ആരാ നിന്നോട് ജാട കാണിച്ചത്? ഏയ്, അതൊന്നും ചേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതൊക്കെ ഞങ്ങൾ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. അല്ലടാ, നീ എന്താ ഇങ്ങനെ കെട്ടാതെ നിൽക്കുന്നേ? അത് ഒരു 40ഒക്കെ ആയിട്ട് മതി കല്യാണം, ഞാൻ പറഞ്ഞു. എന്നിട്ടെന്തിനാ? മുഖത്തോട് മുഖം നോക്കി ഇരിക്കാനോ? നീ കെട്ടണ്ട. ആ, കെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നിനക്ക് കുഴപ്പമില്ലായിരിക്കും. കുഴപ്പമുള്ളവരൊക്കെ ഉണ്ടല്ലോ, അത് നീ മനസ്സിലാക്കണം. ഞാൻ കല്യാണം കഴിക്കാത്തതിൽ എനിക്കില്ലാത്ത പ്രശ്നം ആർക്കാണ് ഇവിടെ? എടാ, നിൻ്റെ അമ്മയ്ക്ക് തന്നെ, ചേച്ചി പറഞ്ഞു. അമ്മയ്ക്കോ? അമ്മയ്ക്ക് എന്താ പ്രശ്നം? അപ്പോൾ നീ അത് അറിഞ്ഞില്ലേ? നിൻ്റെ ചേട്ടൻ ചേട്ടത്തിയമ്മയെ കാനഡയിലേക്ക് കൊണ്ടുപോവല്ലേ? പിന്നെ ആരാ ഇവിടെ അമ്മയ്ക്കൊരു കൂട്ടുള്ളത്? ആര് പറഞ്ഞു ചേട്ടത്തിയമ്മ പോകുന്നുണ്ടെന്ന്? നിൻ്റെ അമ്മ, അല്ലാതെ ആര്? ആണോ? എന്നിട്ടത് എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അതൊന്നും എനിക്കറിയില്ല. ഞാൻ ഇന്നലെ അറിഞ്ഞത്. നീ മടി കാണിക്കാതെ ഒന്നിനെ പോയി കെട്ട്. അമ്മയുടെ കാര്യം നിനക്കറിയാലോ, എല്ലാത്തിനും കൂടെ ഒരാൾ എപ്പോഴും വേണം. അത് പിന്നെ ചേച്ചി, ഓടിച്ചെന്ന് കെട്ടാൻ പെണ്ണെന്താ അവിടെ ഒരുങ്ങി നിൽക്കാണോ? നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ വീടെത്തി. ഞാൻ നോക്കിയപ്പോൾ ചേച്ചി പറഞ്ഞത് ശരിയാണ്, ഫ്യൂസ് പോയിരിക്കുന്നു. ഇവരുടെ വീട് പഴയ രീതിയിൽ പണിതതാണ്. അതുകൊണ്ട് മീറ്ററൊക്കെ പുറത്താണ്. ഞാനത് വയറിൻ്റെ ഉള്ളിൽ നിന്നും കമ്പിയെടുത്ത് ഫ്യൂസ് കെട്ടി. എന്താ മോളെ, അവിടെ കറണ്ടില്ലേ എന്ന് ചോദിച്ച് അതിൻ്റെ അപ്പുറത്തെ വീട്ടിലെ കിളവൻ വന്നു. അയാൾക്ക് എന്നെ അത്ര പിടിക്കില്ല. ഞാൻ നന്നായി ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. ഇത് പ്രോട്ടീൻ പൗഡർ തന്ന് ഉണ്ടാക്കിയതില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പ്രോട്ടീൻ പൗഡർ എന്താണെന്നും അത് കഴിച്ച് വെറുതെ ഇരുന്നാൽ ബോഡി വരില്ലെന്നും പറഞ്ഞ് കളിയാക്കിയതിൽ പിന്നെ
ഇങ്ങേർക്ക് എന്നെ കണ്ടാൽ വലിയ പിടുത്തമില്ല. ആ അമ്മാവ, ഫ്യൂസ് പോയതാ എന്നും പറഞ്ഞ് ചേച്ചി അകത്തുനിന്ന് ഇറങ്ങി വന്നു. ഞാനിവിടെ ഉണ്ടായിരുന്നില്ലേ, എന്നെ വിളിച്ചാൽ പോരായിരുന്ന മോളെ എന്ന് ചോദിച്ച് അയാളെന്നെ ഇഷ്ടപ്പെടാത്ത പോലെ നോക്കി. ഓ, അതിനേക്കാൾ നല്ലത് ഞാൻ കണ്ണൂരിൽ നിന്നും ആളെ കൊണ്ടൊന്ന് കെട്ടിക്കുന്നതല്ലേ അമ്മാവ എന്നും പറഞ്ഞ് ചേച്ചി ചിരിച്ചപ്പോൾ ഞാനും അങ്ങേരെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. ഓ എന്നും പറഞ്ഞ് അയാൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അങ്ങയുടെ വീട്ടിൻ്റെ വഴിയിലേക്ക് പോയി. വാ, ചായ കുടിക്കാം എന്നും പറഞ്ഞ് ചേച്ചി അകത്തേക്ക് നടന്നു. ശേഷം ചായയും നെയ്യപ്പവും കൊണ്ട് ചേച്ചി ടേബിളിൽ വെച്ചു. വായിൽ വെള്ളം നിറഞ്ഞു പോയി. അപ്പോഴെല്ലാം കരിക്കുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. എൻ്റെ വേഷം ഒരു ഗ്രേ കളർ ട്രാക്ക് പാൻ്റാണ്. ചായ കുടിക്ക് ആ കിളവൻ പോയോ ആവോ? ഈ ശബ്ദം കേട്ടാണ് ഞാൻ എൻ്റെ ബോധത്തിലേക്ക് തിരിച്ചു വന്നത്. എന്താ ആ കിളവന് കുഴപ്പം? ഞാൻ ചോദിച്ചു. ഓഹ് എൻ്റെ മോനെ, ഒന്നും പറയണ്ട, ഒരു നിമിഷം ഞാനൊന്ന് നോക്കട്ടെ. അതും പറഞ്ഞ് അവൾ പുറത്തു വന്ന് നോക്കി. എൻ്റെ ചെരുപ്പെടുത്ത് അകത്ത് വെച്ച് കതകടച്ച് കുറ്റിയിട്ടു. എന്തു പറ്റി? ഞാൻ ചോദിച്ചു. അത് ആ കിളവന് സൂക്കേട് കുറച്ച് കൂടുതലാണ്. എന്നെ കാണുമ്പോഴുള്ള നോട്ടമൊക്കെ വേണ്ടാത്ത സ്ഥാനത്താണ്. പിന്നെ ഇങ്ങനെയൊന്നും ഇവിടെ വന്നിരിക്കുന്നത് കണ്ട വല്ലതും വേണമെങ്കിൽ പറഞ്ഞുണ്ടാക്കും. എന്നാലും ഈ പ്രായത്തിലും എന്തിൻ്റെ സൂക്കേടാണെന്നാവോ ആ കിളവന്. ഇതൊക്കെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ് അവൾ വാതിലിൻ്റെ കട്ടിലിൽ ചാരി നിന്നു. ഓ അങ്ങനെയാണോ എന്നും പറഞ്ഞ് ഞാനൊന്ന് ചിന്തിച്ചു. ആ മോനെ വലിയ ശല്യമാണ്. ഈ വയസ്സാം കാലത്ത് അയാൾക്ക് പെണ്ണുങ്ങളോട് എന്താണെന്നാവും. ഇനി ആരെങ്കിലും സമ്മതിച്ചാലും അങ്ങേര് എന്ത് ചെയ്യാനാ? ഇതും പറഞ്ഞ് അവൾ ചിരിച്ചു. കൂടെ ഞാനും ചിരിച്ചു. അല്ല, ഏതോ വേണ്ടാത്ത സ്ഥാനത്ത് നോക്കുന്നേന്ന് പറഞ്ഞില്ലേ, അതേതാ ആ സ്ഥാനം എന്നും പറഞ്ഞ് ഞാൻ ആ നെയ്യപ്പം ഒന്ന് കടിച്ചു നോക്കി. നല്ല മധുരം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് നിനക്കറിയില്ലട പൊട്ട, ചേച്ചി പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് വേണ്ടാത്തതൊന്നും കാണുന്നില്ല എന്നും പറഞ്ഞ് ഞാൻ ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. അല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ കണ്ടാൽ ആർക്കായാലും നോക്കാൻ തോന്നും. കിളവനായതുകൊണ്ട് നോക്കരുതെന്നില്ലല്ലോ, ഞാൻ പറഞ്ഞു. ഇത് പറഞ്ഞ് തീരും മുമ്പേ അവളുടെ സന്തോഷം ഞാൻ ശ്രദ്ധിച്ചു. എന്നിട്ടവൾ എന്നോട്, ഓ പിന്നെ നമ്മളൊക്കെ അത്രയ്ക്കുണ്ടോ? ഒരു ഫ്രീഡം വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു. പിന്നെ എല്ലാം അടിപൊളിയായിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞ് ഞാൻ വീണ്ടും ചിരിച്ചു. എന്ത് എന്ന് ചോദിച്ച് അവളെന്നെ നോക്കി. എൻ്റെ വായിൽ നിന്നും എന്തൊക്കെയോ കേൾക്കണമെന്ന പോലെയായിരുന്നു അവളുടെ അപ്പോഴുള്ള മുഖം. വേണ്ടതെല്ലാം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞു. ആ അതാ ചോദിച്ചേ എന്തൊക്കെയാണെന്ന് അവൾ വീണ്ടും ചോദിച്ചു. ദേ ഞാനങ്ങ് പറയും, പിന്നെ അതുമിതും പറഞ്ഞിട്ട് കാര്യമുണ്ടായില്ലട്ടോ. അതല്ലേ ചോദിച്ചത്, എന്താ അതെന്ന് നീ പറയടാ. ഞാനന്ന് ശ്വാസം വിട്ടു. ഇവളെന്തോ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ എന്തും വരട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ശേഷം ഞാനത് രണ്ടും അങ്ങോട്ട് പറഞ്ഞു. അത് പറഞ്ഞ് ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി. പല ഭാവങ്ങളും ഞാൻ അവളുടെ മുഖത്ത് കണ്ടു. ശേഷം അടുത്തൊരു ശബ്ദം. അത് പിന്നെ എല്ലാവർക്കും ഉള്ളതല്ലേ, അതിനാണോ നീ ഇത്രയും കളിയാക്കുന്നത്? എല്ലാവർക്കും ഉണ്ട്, എന്നാലും ഇത്ര ഭംഗിയൊന്നും എല്ലാവർക്കും ഇല്ലല്ലോ. 2 കുട്ടികളുണ്ടെന്ന് ആരും പറയില്ല. അത്രയ്ക്ക് മുഞ്ചത്തിയാണല്ലോ നിങ്ങൾ. അത്രയ്ക്ക് മുഞ്ചത്തിയാണോ ഞാൻ? അവർ ചോദിച്ചു. അപ്പോൾ ഈ കഥയുടെ ബാക്കി ഇനി ഇവിടെ എന്താ നടക്കുന്നതെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ അടിയിലെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഇതുപോലുള്ള കഥകളെല്ലാം ആദ്യം തുടങ്ങി അവസാനം വരെ മുഴുവനായും നല്ല പച്ചക്കേക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള വെറൈറ്റി കഥകളൊക്കെ നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് കേൾക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, അതൊരു പ്രീമിയം ചാനലാണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ആൾക്കാർ വേഗം അങ്ങോട്ട് പോരട്ടോ. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.
കൂടാതെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.